കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സെക്സ് കൊടുക്കുമ്പോൾ അവർ വേഗം സെക്ഷലി ആക്റ്റീവ് ആകുമെന്നുള്ള പേടിയാണ് ഓൾമോസ്റ്റ് എല്ലാ പാരന്റ്സിനുള്ളത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുട്ടികൾക്കെല്ലാം നമ്മൾ സ്പീഡിൽ പോയാൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കൊടുക്കാറില്ലേ? ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ആൽക്കഹോൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാറില്ലേ? കുറച്ചുകൂടി ടീനേജിൽ എത്തുമ്പോൾ എന്തുകൊണ്ട് സ്മോക്ക് ചെയ്യരുത്, എന്തുകൊണ്ട് ആൽക്കഹോൾ എടുക്കരുത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഡ്രഗ്സിന് അബ്യൂസ് ആവരുത് എന്ന് പറഞ്ഞു കൊടുക്കാറില്ലേ? എങ്ങനെയാ നമ്മൾ പറഞ്ഞു കൊടുക്കുക? ഈ ഒരു കാര്യം ചെയ്താൽ ഫിസിക്കലി, ഇമോഷണലി, മെന്റലി നിങ്ങൾക്ക് എന്തോരം ഡാമേജ് ഉണ്ടാവും, അത് കാരണം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഇനി ഇപ്പൊ ടീനേജ് കഴിഞ്ഞ ഈ അഡൾട്ട്ഹുഡിലും അല്ലെങ്കിൽ നിങ്ങളുടെ ആസ് എ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലും അഡൾട്ട് ലൈഫിലും എത്രത്തോളം ഡാമേജ് ഇത് ഉണ്ടാക്കും എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത്രയും തന്നെയല്ലേ ഉള്ളൂ സെക്സ് ഇടും. പ്യൂബർട്ടിയിൽ, അതായത് നമ്മുടെ കൗമാരത്തിൽ ഹോർമോൺ ഇംബാലൻസ് കാരണം ഉണ്ടാകുന്ന ക്യൂരിയോസിറ്റീസ് എല്ലാം വളരെ കോമൺ ആണ്. പക്ഷേ ഇത് കറക്റ്റ് ആയിട്ട് എന്തുകൊണ്ട് എനിക്ക് സംഭവിക്കുന്നത് മനസ്സിലാവാതിരിക്കുകയും പല സ്ഥലത്തു നിന്ന് ഒതന്റിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഓരോന്നും എന്താണെന്നറിയാനും ഓരോന്നും ട്രൈ ചെയ്ത് നോക്കാനും ഓരോരുത്തരും തരുന്ന ഇൻഫോർമേഷൻസ് ശരിയല്ലേ എന്ന് വിശ്വസിക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലല്ലേ? സത്യത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഡാമേജിങ് അല്ലേ ഈ അറിയാതിരിക്കുക എന്നുള്ളത്? നമുക്കൊരു കാര്യത്തെക്കുറിച്ച് കുറെ അറിയില്ലെങ്കിൽ എവിടുന്ന് ഇൻഫോർമേഷൻസ് കിട്ടിയാലും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കും, കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും നമുക്കൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരു പക്ഷേ ഇങ്ങനെ പോകുമ്പോഴായിരിക്കും ഇതിന്റെ ചതിക്കുഴികൾ എന്താണ്, ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പോഴത്തേനും ഇത് ലേറ്റ് ആവുകയും ചെയ്യും. അതിനേക്കാൾ കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ച് അവരുടെ വളർച്ചയ്ക്കും മെച്യൂരിറ്റിക്കും അനുസരിച്ച് നമ്മൾ തന്നെ പാരന്റ്സ് ആയ നമ്മൾ തന്നെ ഇത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിലോ, അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അവരെ ട്യൂൺ ചെയ്യാനും അവർക്ക് അതിന്റെ കോൺസിക്വൻസസ് അറിയാനും കറക്റ്റ് ആയിട്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ലുള്ള അഡൾട്ട്സ് ആക്കാനും പറ്റില്ലേ? സോ നമ്മളത് അതുകൊണ്ട് തന്നെയാണ് കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് കുട്ടികൾക്ക് അവരുടെ ഏജ് അനുസരിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്. ദെർ ആർ ലോട്ട്സ് ഓഫ് റിസർച്ച് വിച്ച് ഷോസ് അവർക്ക് അതിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ വെൻ ദേ ആർ ലേണിംഗ് ഇറ്റ് കണ്ടിന്യൂസ്ലി ദ കോൺസിക്വൻസസ് ഓൾസോ സെക്ഷലി ആക്റ്റീവ് ആവുന്ന പ്രായം കുറച്ചുകൂടെ ലേറ്റ് ആണെന്ന്. സോ അണ്ടർസ്റ്റാൻഡ്, എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് ആൻഡ് ടീച്ച് യുവർ ചിൽഡ്രൻ.